നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസമായി ഞങ്ങളുടെ ഭാരത് ലൈവിൻ്റെ പേഴ്സണൽ ഫോണിലേക്കും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ഫോണിലേക്കുമൊക്കെ നിരവധി BJP പ്രവർത്തകരും BJPക്ക് പുറത്തുള്ളവരുമൊക്കെ വിളിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ശോഭാ സുരേന്ദ്രൻ വരുമോ, അല്ലെങ്കിൽ ആരാണ് വരാൻ സാധ്യത, എന്താണ് BJPയുടെ സ്ഥിതി, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ മാറ്റങ്ങൾ സുരേന്ദ്രന് ഗുണകരമാകും, ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ സംഘടനയുമായി ഏറെ ബന്ധമുള്ള, വ്യക്തിപരമായി ഒരുപാട് ബന്ധങ്ങൾ വ്യക്തിപരമായും പലരോടുമുള്ള ഒരാളെന്ന രീതിയിൽ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വവുമായൊക്കെ അല്പം ബന്ധം എനിക്കുള്ളത് കൊണ്ടാവും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നോട് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, അത്യാവശ്യം കൃത്യമായി രാഷ്ട്രീയം പറയുകയും അതുപോലെ വാർത്തകളിൽ ഇതുവരെ പറഞ്ഞ വാർത്തകൾ, BJPയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാർത്തകളൊന്നും തന്നെ ഇന്നുവരെ ഞാൻ ചെയ്ത വാർത്തകളൊന്നും പിഴവ് വരാത്തതൊക്കെയാവാം ഒരുപക്ഷെ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ പലരും വിളിക്കുന്നതിന് കാരണം. ഈ ചോദ്യങ്ങൾ കൂടുന്നത് കൊണ്ടും എനിക്ക് പലരോടും ഇങ്ങനെ ഫോണിൽ വർത്താനം പറഞ്ഞ് ഒരുപാട് നേരം ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് ഞാനൊരു വാർത്ത ചെയ്യാം എന്ന് തീരുമാനിച്ചത്. BJPയുടെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, ഓൺലൈൻ മാധ്യമങ്ങൾക്കാകട്ടെ അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളാകട്ടെ, ഒന്നും തന്നെ അറിയില്ല. പൊട്ടൻ ആനയെ കാണുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഈ BJPയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയുന്നത്. BJPയുടെ സംഘടനാ സംവിധാനത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് പ്രസക്തിയുണ്ടോ, അല്ലെങ്കിൽ ഒരു സംസ്ഥാന പ്രസിഡന്റ് വരേണ്ടതുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ഈ പറയുന്ന പ്രൊപ്പഗണ്ടയ്ക്കപ്പുറം മറ്റൊന്നും തന്നെ തൽക്കാലം നിലവിലില്ല. അതായത് നിരവധി തവണ കെ സുരേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുരേന്ദ്രൻ തെറിക്കുമെന്ന് പല മാധ്യമങ്ങളും പറഞ്ഞു എന്ന് ഇന്നലെ സുരേന്ദ്രനും പറയുകയുണ്ടായി. ഇതൊക്കെ പറയുമ്പോഴും കെ സുരേന്ദ്രനെ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഒരുപക്ഷെ വേണമെങ്കിൽ മാറ്റേണ്ടിയിരുന്നത്. ഇപ്പോൾ സംഘടനാപരമായ പ്രോസസ്സ്, സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള സംഘടനാപരമായ പ്രോസസ്സ് BJPയുടെ എന്താണെന്ന് ചോദിച്ചാൽ അത് താഴ്ന്ന തലം മുതലുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മാത്രമേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഡിസംബറോളം കഴിയും. ഡിസംബറൊക്കെ ആയ ശേഷം മാത്രമേ സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റാനുള്ള സാധ്യതകളുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രോസസ്സൊക്കെ കഴിയണം. അടിയന്തരമായി സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ പാർട്ടിയിലില്ല. പ്രത്യേകിച്ച് BJPയുടെ വോട്ട് പെർസെൻറ്റേജ് എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരും BJPയുടെ സംസ്ഥാന പ്രസിഡന്റെ കടന്നാക്രമിക്കുന്നുണ്ട്. പലവട്ടങ്ങളിൽ ഞാനും എൻ്റെ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി സുരേന്ദ്രൻ വന്നത് മുതൽ സുരേന്ദ്രൻ എടുത്ത പല തീരുമാനങ്ങളും അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ പലപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട്. ആ വിമർശന വിധേയമാകുമ്പോഴും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്, നമ്മൾ ഏവരും വിമർശിക്കുമ്പോഴും ആ സുരേന്ദ്രൻ്റെ ഒരു പ്രവർത്തന രീതിയുടെ ഔട്ട്കം എന്ന് തന്നെ വിലയിരുത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. സുരേഷ് ഗോപി കുറേ വോട്ട് സ്വന്തമായി സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ സുരേഷ് ഗോപി മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും BJPക്ക് നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഒരുപക്ഷെ ഞാൻ പറയും അത് സുരേന്ദ്രനും പോലെ തന്നെ മറ്റു ചിലരെ കൂടി ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് BJPയുടെ സംഘടനാ സെക്രട്ടറി. BJPയുടെ സംഘടനാ സെക്രട്ടറി സുഭാഷ് ഈ BJPയുടെ സംഘടനാ സെക്രട്ടറി, നേരത്തെ സഹചുമതലയായിരുന്നു, ഇപ്പോൾ സ്വതന്ത്രനായി സംഘടനാ ചുമതലയിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പഴയ ആൾക്കാരെ കൂട്ടിയിണക്കാനും എല്ലാവരുമായി, അതായത് എതിർത്ത് നിൽക്കുന്ന പലരുമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുമൊക്കെ സുഭാഷിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിൽ സുരേഷ് ഗോപി അടക്കം പറയുന്നത് കേട്ടത് രാഷ്ട്രീയവാദ വോട്ടുകളാണ് എന്ന്. സുരേഷ് ഗോപി പറയുന്നത് രാഷ്ട്രീയമില്ലാത്തവരുടെ വോട്ട് ആണ് എന്നാണ്. എന്നാൽ രാഷ്ട്രീയമില്ലാത്തവരുടെ വോട്ട് മാത്രമല്ല സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നത്, BJPയുടെ കൃത്യമായ അടിത്തറയുള്ള വോട്ടുകൾ, മോദിയുടെ ഗ്യാരണ്ടി എന്ന നിലയിൽ ലഭിച്ച വോട്ടുകൾ, ഒപ്പം സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ രാഷ്ട്രീയമില്ലാത്തവരല്ല, രാഷ്ട്രീയമുള്ള ആൾക്കാർ തന്നെയായിരിക്കും ചിലപ്പോൾ സുരേഷ് ഗോപിക്കുണ്ടായ ആ ഒരു വലിയ ദുഃഖം, ഇമേജുകൾ, അദ്ദേഹത്തിനെ പല രീതിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചത് ഒക്കെ വോട്ടായി മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് BJPയുടെ ബേസ് വോട്ടുകളോടൊപ്പം സുരേഷ് ഗോപിയുടെ വോട്ടുകൾ കൂടി കിട്ടിയപ്പോഴാണ് സുരേഷ് ഗോപി വിജയിച്ചത്. അല്ലാതെ ഇത് BJPയുടെ വിജയമല്ല എന്ന് സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ ഇത് കേട്ടിരിക്കുന്നവർക്കോ ജനങ്ങൾക്കോ ആർക്കും പറയാൻ കഴിയില്ല. തൃശ്ശൂരിൽ ശക്തമായ അടിത്തറയുള്ള മണ്ഡലം തന്നെയാണ് BJPക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലം. കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവന്നൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാടുകൾ, സുരേഷ് ഗോപി അതിലൊരു സമരം ചെയ്തു, അത് ശരി തന്നെയാണ്. പക്ഷേ അത് കൃത്യമായി അത് സ്വത്ത് പിടിച്ചെടുത്തുകൊണ്ട് തിരിച്ച് ഇവർക്ക് നൽകും എന്ന് പറഞ്ഞ ആ കാര്യം, അതോടൊപ്പം മൊത്തത്തിലുള്ള മോദി പ്രഭാവം, മോദി എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എതിർത്താലും, എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും മോദി സാധാരണക്കാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒക്കെ ഈ കാര്യത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മോദിയുടെ വോട്ടല്ല, അല്ല BJPയുടെ രാഷ്ട്രീയ വിജയമല്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ കേരളത്തിൽ ആകെ ചാലക്കുടിയിലും പത്തനംതിട്ടയിലും മാത്രമാണ് BJPക്ക് വോട്ടിൽ കുറവുണ്ടായിട്ടുള്ളത്.
ബാക്കിയുള്ള ഒരു സ്ഥലത്തും വോട്ടിൽ കുറവുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബാക്കി എല്ലാ സ്ഥലത്തും ക്രമാതീതമായ വർധന ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും സുരേഷ് ഗോപിയുടെ ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ക്രമാനുഗതമായ വളർച്ച എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം കെ സുരേന്ദ്രനെ മാറ്റേണ്ട സാഹചര്യം BJPയിലില്ല. മറ്റൊരു ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിക്കേണ്ട സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല. ഇനി അതിനുമപ്പുറം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമോ എന്ന് ചോദിക്കുന്നവരോട് പല ഘടകങ്ങൾ ശോഭാ സുരേന്ദ്രനെതിരായി ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയ തലത്തിൽ ശോഭാ സുരേന്ദ്രന് അത്ര നല്ല ഇമേജ് അല്ല ഉള്ളത് എന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ പോലും കഴിഞ്ഞ കുറേ കാലമായി അവർ പാർട്ടിയുമായി നിരന്തരം കലഹിച്ചു മാറി നിൽക്കുകയായിരുന്നു. അവർക്ക് എപ്പോഴും സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർ കലഹിക്കുന്ന പതിവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും കലഹിച്ച് അവർ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് അവരെ അവരോധിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് മാറി നിൽക്കുകയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. സ്ത്രീകൾ ചടുലമായി സംസാരിക്കുന്ന ഇടങ്ങളിൽ, വളരെ ശക്തരാണെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ സംഭവിച്ചത്, ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ ബേസ് വോട്ടുള്ള സ്ഥലം തന്നെയാണ്. ആ ബേസ് വോട്ടുള്ള സ്ഥലത്ത് വെള്ളാപ്പള്ളിയുടെ സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ്. വെള്ളാപ്പള്ളി ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി വിഷയവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രന് വലിയ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇതൊക്കെ ശോഭയ്ക്ക് ഗുണകരമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ തന്നെയാണ് ശോഭയ്ക്ക് ഗുണകരമായതും കൂടുതൽ വോട്ട് കിട്ടുന്നതിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞതും. നേരത്തെയും ശോഭാ സുരേന്ദ്രൻ എല്ലാവരും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന വോട്ടുള്ള മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് വർദ്ധിപ്പിക്കാറുണ്ട്. അതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. വളരെ ശക്തരായ ഒരു സ്ത്രീ എന്ന ഇമേജ് അവർക്കുണ്ട്. ആ ഇമേജ് തന്നെയാണ് അവർക്ക് ഗുണകരമാകുന്നത്. ശക്തമായ സ്ത്രീ എന്ന ഇമേജ് അവർക്കുള്ളപ്പോഴും അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ശക്തരാണ്, ഞങ്ങളുമൊക്കെ ശക്തരായ സ്ത്രീകളാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രതിരോധത്തിലാകുമ്പോൾ നമ്മൾ ആ സമയത്ത് പാർട്ടിയെ ഒറ്റിക്കൊടുക്കുന്ന രീതി അവർക്ക് പല ഘട്ടങ്ങളിലുമുണ്ട്. ഇപ്പോൾ തന്നെ അവസാനമുണ്ടായ ദലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ അവരും ദലാൽ നന്ദകുമാറുമായി നടന്ന ഒരു വസ്തു തർക്കം, അതെന്താണെന്ന് ദലാൽ നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ദലാൽ നന്ദകുമാർ ഒരു സമൂഹത്തിൽ, ഞാൻ ദലാൽ നന്ദകുമാറിനെ ദലാൽ നന്ദകുമാർ എന്ന് തന്നെ ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അത്ര വിശ്വാസ്യതയുള്ള ആളല്ല. പക്ഷേ ഇവിടെ ദലാൽ നന്ദകുമാറിനെ വിശ്വസിച്ചേ പറ്റൂ. ദലാൽ നന്ദകുമാർ കൃത്യമായ രേഖകളോടുകൂടിയാണ്, ശോഭാ സുരേന്ദ്രൻ പണം വാങ്ങിച്ചു എന്ന കൃത്യമായ രേഖകളോടുകൂടി തന്നെയാണ് വന്നത്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ മാറ്റിമറിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ പാർട്ടിയിൽ നടന്ന ചില ചർച്ചകൾ പോലും അവർ വിളിച്ചു പറയുന്ന സ്ഥിതിയുണ്ടായി. ഒരു പാർട്ടി പ്രവർത്തകയ്ക്ക്, അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകയ്ക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് അവർ ചെയ്തത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു സംഘടനയാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടന അത് വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ പലരോടും പല രീതിയിലുള്ള ചർച്ചകൾ നടക്കും. കേരളത്തിൽ ഇന്ന് വരെ ഇത്തരത്തിലുള്ള ചർച്ചകൾ, കോൺഗ്രസിനുള്ളിൽ പോലും ഇത്തരത്തിൽ ചർച്ചകൾ നടന്നിട്ട് ഇന്ന് വരെ ആ ചർച്ചകളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നും താൻ ചർച്ച നടത്തിയെന്നും പ്രകാശ് ജാവദേക്കർ ചർച്ച നടത്തിയെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പാർട്ടിയെ വമ്പൻ പ്രതിരോധത്തിലാക്കുകയും, ഇനിയും നമുക്ക് വളരെ സിമ്പിളായി ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ, ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെ പാർട്ടിയുമായി ഇന്നയാൾ ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ, നാളെ മറ്റൊരാൾ പാർട്ടിയിലേക്ക് വരാനോ ചർച്ച നടത്താനോ പോലും പേടിക്കുന്ന അവസ്ഥയിലേക്ക്, കേരളത്തിലെ BJPയുടെ വളർച്ച തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് സ്വന്തം വ്യക്തി ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി അവർ പാർട്ടിയെ എടുത്ത് എറിയുകയായിരുന്നു. ആ കാര്യം അതിനുശേഷം നടന്ന സംസ്ഥാന കമ്മിറ്റിയിലും കോർ കമ്മിറ്റിയിലും ഒക്കെ ചർച്ചയാവുകയും പ്രകാശ് ജാവദേക്കർ വളരെ പരസ്യമായി ഇവരെ ആ യോഗത്തിൽ വിമർശിക്കുകയും അത് വളരെ കൃത്യമായി തന്നെ ദേശീയ തലത്തിലേക്ക് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അധ്യക്ഷ പദവിയിൽ അതിനുവേണ്ട പക്വതയോ പാകതയോ രാഷ്ട്രീയപരമായ ബുദ്ധിയോ രാഷ്ട്രീയപരമായ തന്ത്രങ്ങളോ രാഷ്ട്രീയം സംസാരിക്കാനോ പോലും കഴിയാത്ത ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. നമുക്ക് ഇവർക്കും അറിയുന്ന ഒരാളാണ്. പ്രസംഗിക്കാൻ അറിയാവുന്നത് കൊണ്ടോ വോട്ട് നേടിയത് കൊണ്ടോ മാത്രം ഉണ്ടാകുന്ന ഒരു പദവിയല്ല അധ്യക്ഷ പദവി. ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് കൂട്ടി നിണക്കി കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പറയണം. പിന്നെ വ്യക്തിപരമായി അവർക്കുണ്ടായ വിഷയങ്ങൾ, വ്യക്തിപരമായി അവർ നേരിടുന്ന അവർക്ക് എതിരെയുള്ള വ്യക്തിപരമായ ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ അതിൽ സത്യം ഉണ്ട് താനും. അത്തരം ചില വിഷയങ്ങൾ കൂടി സംസ്ഥാന നേതൃത്വത്തിന്റെയും ദേശീയ നേതൃത്വത്തിന്റെയും ഒക്കെ ശ്രദ്ധയിൽ നേരത്തെ തന്നെ എത്തിയിട്ടുള്ളതാണ്. അത് വലിയ രീതിയിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുറെ കാലം അവർ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയും പോലും ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ അടുത്ത സംസ്ഥാന പ്രസിഡന്റായി ശോഭാ സുരേന്ദ്രൻ വരും എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ നമുക്ക് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല.
ഒരുപക്ഷെ PR വർക്കോ അല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് ചിലരെങ്കിലും അത്തരത്തിൽ വാർത്തകൾ ചെയ്യുന്നതോ ഒക്കെ ആവാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ ശോഭാ സുരേന്ദ്രന് വേണ്ടി വാർത്ത ചെയ്യുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുന്നത് അത് അത്തരത്തിലാകാം. കാരണം കെ സുരേന്ദ്രനോടുള്ള വൈരാഗ്യം, വി മുരളീധരനോടുള്ള വൈരാഗ്യം ഒക്കെ തീർക്കുന്ന തരത്തിൽ നമുക്ക് വ്യക്തിവൈരാഗ്യം പലരോടും ഉണ്ടാകും. വ്യക്തിപരമായി എനിക്കും പലരോടും പല ദേഷ്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ വൈരാഗ്യമോ ദേഷ്യമോ തീർക്കാനല്ല ഞാൻ ചാനൽ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും പറയാനും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ തൽക്കാലം കെ സുരേന്ദ്രനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടേം തീർന്നു കഴിഞ്ഞ സമയമാണ്. അതിനുശേഷം സംഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കെ സുരേന്ദ്രനെ മാറ്റുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുള്ളൂ. അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? പുതിയൊരു മുഖം വരുമോ? കെ സുരേന്ദ്രനെ ഇനി മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുമോ? കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനെ അങ്ങ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ ശേഷം കേരളത്തിൽ വേറൊരു നേതൃമാറ്റം വരുമോ എന്നൊക്കെയുള്ള കാര്യം പിന്നീട് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ തൽക്കാലം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം അപ്രസക്തമാണ്. ഉടനെ സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റി, കാരണം 20% വോട്ടുമായി എല്ലാ മണ്ഡലങ്ങളിലും മികച്ചു നിൽക്കുകയും ഒരു സീറ്റ് നേടുകയും ഏതാണ്ട് 3ഓളം സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തുകയും അതും വലിയ മാർജിനിൽ 2ാം സ്ഥാനത്തെത്തുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് തൽക്കാലം കെ സുരേന്ദ്രന് വലിയ അപകടമില്ല. കെ സുരേന്ദ്രനെ തൽക്കാലം മാറ്റുന്ന കാര്യം കേന്ദ്ര നേതൃത്വം ഉടൻ സാഹചര്യ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള യാതൊരു കാര്യവുമില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതം തന്നെയാകാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.